ഭരണഘടനയുടെ 1-ാം ക്ലോസിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ പ്രയാമ്പിൾസ്, അതിലെ ഫസ്റ്റ് പ്രയാമ്പിളിൽ അത് ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് നോക്കാം. മലങ്കര സഭ അല്ലേ? മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ ഒന്നാണ് മലങ്കര സഭ. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷന്മാരെ പാത്രിയർക്കീസ്മാരെന്ന് വിളിക്കുന്നു. ഇതാണ് 34-ൽ വിവക്ഷിച്ചത്. Moreover, the person to be appointed metropolitan, Malankara metropolitan, has to be appointed by the people. The court ruled that Patriarch's power to ordain metropolitans now is subject to Constitution of 1934 and by revival of Catholicate and by issuing Kalpana number A14 and also by accepting the 1934 Constitution. അതായത് മെത്രാന്മാരെ മലങ്കരയിൽ വാഴിക്കുന്നതിനുള്ള പാത്രിയർക്കീസിന്റെ അധികാരം പരിമിതപ്പെട്ടിരിക്കുന്നു. ഇതാണ് സുപ്രീം കോടതിയിൽ എഴുതുന്നത്. So the power of the patriarch may have been reduced to a vanishing point. പാത്രിയർക്കീസിന്റെ മലങ്കരയിലുള്ള അധികാരം അസ്തമയ ബിന്ദുവിലെത്തി എന്നിരുന്നാലും, അതാണ് എഴുതിയിരിക്കുന്നത്. Though the power of the patriarch may have been reduced to a vanishing point, but all the same he remains the supreme head of the Syrian church, of which the Malankara church is a division. Of which Malankara church is only a division. It is not an independent church. It is not an autocephalous church. It is a division of Syrian church. ആ ചർച്ചിന്റെ സുപ്രീം ഹെഡ് പാത്രിയർക്കീസ് ആണ്. ഇതാണ് സുപ്രീം കോടതി വിധി. നോക്കത് എഴുതി വെച്ചിരിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ്? ആദ്യം നീ മനസ്സിലാക്കണം, നിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഓട്ടോസിഫാലസ് ആയിട്ട് ഒരു സഭയല്ല. പാത്രിയർക്കീസ് അധ്യക്ഷനായിരിക്കുന്ന സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് മലങ്കര ചർച്ച്. അത്രേ ഉള്ളൂ, അത്രേ ആകാവൂ. അതല്ല, താൻ അല്ലാത്തതൊക്കെ താനാണെന്ന് ഭാവിച്ച് വാലെ കുത്തി പൊങ്ങിച്ചാടുന്ന കാണുമ്പോഴാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ പറയുന്നത് അങ്ങനല്ല, നിക്കട്ടെ അത്രയും ചാടണ്ട, അങ്ങനല്ല. ഈ സ്വതന്ത്ര സഭാവാദം നിങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കണം, എന്നെ കാണുന്ന പൊതുസമൂഹം മനസ്സിലാക്കണം. ഇവര് പറയുന്ന പോലെ ഒരു വിധിയും ഇവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സഭയില്ല. അത് പാത്രിയർക്കീസ് അധ്യക്ഷനായിരിക്കുന്ന സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് മലങ്കരയിൽ ഇന്ന് സഭ എന്ന് പറഞ്ഞു നിൽക്കുന്നത്. ആക്ച്വലി അതിന്റെ യഥാർത്ഥ വെളിപ്പേര് ഇടവക എന്നാണ്. മലങ്കര ഇടവക പത്രികയാണ് പൂർവിക കാലങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഈ മലങ്കര ഇടവക മാർത്തോമായുടെ ഇടവകയിലേക്ക് കാതോലിക്കയായി മാർത്തോമായുടെ ഇടവകയിലേക്ക് മഫ്രിയാനായിട്ടായി വാഴിച്ചിരിക്കുന്നു എന്നാണ് 1912 ഒറിജിനൽ കൽപ്പന. അല്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാവോ? ഇന്ത്യൻ ഓർത്തഡോക്സ് ചരിത്ര കുതുകികൾക്കും ചരിത്ര പണ്ഡിതന്മാർക്കും പറയാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞ ചരിത്ര യാഥാർത്ഥ്യമാണ്. ഈ സഭ അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ സഭയാണ്, അല്ലെങ്കിൽ സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. അത് സുറിയാനി സഭയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് ഇതിന് സ്വതന്ത്ര ഭരണ ചുമതല ആവശ്യമാണ്. അങ്ങനെയാണ് ഞാനതിനെ എൻഡോഴ്സ് ചെയ്യുന്ന ആളാണ്, അക്നോളജ് ചെയ്യുന്ന ആളാണ്. പക്ഷെ തലമറന്ന് എണ്ണ തേക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് സത്യസന്ധമായി ചിന്തിക്കുന്ന, നിഷ്പക്ഷമായി നിലപാടുകൾ എടുക്കുവാൻ ആർജവമുള്ള ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും എന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നേര് നിരങ്ങിയേ വരത്തുള്ളൂ. പക്ഷെ സത്യം പറഞ്ഞ ഇതാണ്, there is only one church. അപ്പൊ അവിടെയാണ് ഈ യാക്കോബായക്കാരുടെ പ്രശ്നം ഇരിക്കുന്നത്. യാക്കോബായക്കാർക്ക് അങ്ങനെ ഒരു സഭ, there is only one church. ആ ചർച്ച് പാത്രിയർക്കീസിന്റെ പരമാധ്യക്ഷതയിൽ ഇരിക്കുന്ന സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. അതിന്റെ അധ്യക്ഷൻ പാത്രിയർക്കീസ് ആണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി വിധിയിൽ. ഇത് കുടഞ്ഞു കളയണം. അതായത് വിക്രമാദിത്യൻ പോകുന്ന പോലെയാണ്. അപ്പൊ ഇത് ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ സുറിയാനി സഭയുടെ വിഭാഗം എന്നുള്ള അതിവർക്ക് അപമാനമായിട്ടാണ് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. കാരണം അതിന് ശക്തമായ ഒരു പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്, അതിൽ ദൈവശാസ്ത്രമുണ്ട്, അതിൽ ആരാധനാക്രമമുണ്ട്, അതിൽ സഹദേന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, എല്ലാം ഉണ്ട്. ഇത് അതിൽ നിന്ന് നടത്തി മാറ്റി മലങ്കരയിൽ ഒരു സ്വതന്ത്ര സഭയാന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട്. മലങ്കരയുടെ ദൈവശാസ്ത്രം എന്നാന്ന് ചോദിച്ചാൽ എന്തു പറയും?
മാർത്തോമായുടെ സിംഹാസനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് നിക്കാ സുന്നോദോസിൽ എന്നെ റെഫറൻസ് വരാഞ്ഞെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിക്കാ സുന്നോദോസിൽ റെഫറൻസ് ഉണ്ടല്ലോ. അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, ഈ 3 ത്രോണിന്റെ റെഫറൻസ് ഉണ്ട് നിക്കിയായില്. ഇത് 52 ഇവിടെ സിംഹാസനം ഇരുന്നിട്ട് 325 സുന്നോദോസിൽ റെഫറൻസ് ഇല്ല. 431 എഫേസസ് സുന്നോദോസിൽ റെഫറൻസ് ഇല്ല. 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നോദോസിൽ റെഫറൻസ് ഇല്ല. അത് നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. അന്ന് നിങ്ങൾക്ക് പനിയായിരുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന്? അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സഭയൊന്നുമില്ല. നിങ്ങൾ ഈ സ്വപ്നം കാണുന്ന വിധത്തിലുള്ള ഒരു സഭ ഭാരതത്തിൽ ഇല്ല. ഇല്ലാത്ത ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയാനുള്ള ആർജവത്തെ കാണിക്കുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുള്ള വിരോധമോ ശത്രുതയൊന്നും അല്ല. ആ രീതി നിങ്ങൾ ചിന്തിക്കരുത്. ഇത് കാലത്തിന്റെ ശബ്ദമാണ്, സത്യത്തിന്റെ പ്രതിധ്വനിയാണ്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം ഇത് കേൾക്കുമ്പോൾ? ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് തെളിയിക്കുന്നെങ്കിലും നിങ്ങൾക്ക് സഭയുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ മലങ്കരയിലെ സഭ സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. ആ സുറിയാനി സഭയുടെ വിഭാഗം എന്ന നിലയ്ക്കാണ് ഈ ഭരണഘടന ഉണ്ടാക്കി 934. ഇത് സമർത്ഥമായി കോടതിയിൽ റെപ്രസെന്റ് ചെയ്തു. സുറിയാനി സഭയുടെ ഒരു വിഭാഗം എന്ന നിലയ്ക്ക് ഇവിടെ ഭരണക്രമം നടത്തുവാനും അതിനെ ആ പള്ളികളെയും സ്വത്തുക്കളെയും നടത്തുവാനുമുള്ള അധികാരം ആ ഭരണഘടന പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട സമിതിക്കാണുള്ളത്. ആ അവകാശ അധികാരമാണ് സുപ്രീം കോടതി അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദേവലോകം വിഭാഗത്തിന്റെ കയ്യിൽ മലങ്കര സഭയുടെ സ്വത്തുക്കളുടെ നിയന്ത്രണാവകാശം കിട്ടിയിട്ടുള്ളത്. ഇതാണ് അതിന്റെ സത്യം. അപ്പോൾ ഒറ്റ സഭയേ ഉള്ളൂ. ആ സഭയിൽ പൂർവികമായ മര്യാദകളും ആരാധനാക്രമങ്ങളും കീഴ്വഴക്കങ്ങളും പാലിക്കണം എന്ന് ശഠിക്കുന്നവരാണ് യാക്കോബായ വിഭാഗം. അപ്പൊ ഒരു സഭയും 2 വിഭാഗവുമാണുള്ളത്. സ്റ്റിൽ ഈ നാഴിക വരെ കേരളത്തിൽ ഒറ്റ സഭയുള്ളൂ, മലങ്കരയിൽ ഒറ്റ സഭയുള്ളൂ. ആ സഭയിലുള്ള ആളുകൾ 2 വിഭാഗമായിട്ട് നിൽക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം, പരമമായ യാഥാർത്ഥ്യം. എന്നാൽ ഈ സഭയെ 2 ആക്കണം എന്ന് യാക്കോബായക്കാർക്ക് താല്പര്യമുണ്ട്, യാക്കോബായ വിഭാഗത്തിൽപ്പെട്ടവർക്ക് താല്പര്യമുണ്ട്. കാരണം അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അവർ പറയുന്ന അവരുടെ ആത്മീക അധ്യക്ഷനായിരിക്കുന്ന പാത്രിയർക്കീസിനെ ബഹുമാനിക്കാത്തവരും അവരുടെ പൈതൃകത്തെ മാനിക്കാത്തവരും നിരന്തരമായി ആ പാത്രിയർക്കീസിനെ കളിയാക്കുകയും അവരുടെ പൈതൃകത്തെ നിഷേധിക്കുകയും സുറിയാനി സഭയുടെ പൈതൃകത്തിനും പാരമ്പര്യത്തിനെതിരായി ചരിത്രത്തിന്റെ അപനിർമ്മാണം നടത്തുകയും നിരന്തരമായി വ്യാജരേഖകൾ ചമയ്ക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെയും അല്ലാതെയും നിരന്തരമായി അവരെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവരോടുകൂടെ ഇനി ഒരുമിച്ചൊരു സഹവാസം പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു സഭയാകണം. ഇതാണ് യാക്കോബായ പക്ഷത്തിന്റെ നിലപാട്, അവരുടെ ആഗ്രഹം, അവിടുത്തെ തീവ്ര നിലപാടുകാരുടെ ആഗ്രഹം. ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്കും അതാണ്. നമുക്കിങ്ങനെ ഒരു അറബി പാത്രികീസ് വേണ്ട, നമുക്ക് സ്വതന്ത്രമാകണം. ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ സ്വതന്ത്രമാകാൻ തീരുമാനിച്ചാൽ സ്വതന്ത്രമാകാം. പാത്രിയർക്കീസിനെ ഒഴിവാക്കിയാൽ ഒഴിവാക്കാം. പാത്രിയർക്കീസിനെ ഞാൻ ഇന്ന് IOC-ക്കാരെ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ് ഇവിടെ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ യൂലിയോസ് തിരുമേനിയൊക്കെ പറഞ്ഞു ഇഗ്നാത്യോസിനെ ഞങ്ങൾ ഒഴിവാക്കുമെന്ന്. എന്റെ പൊന്നു തിരുമേനിക്ക് വാക്കിന് വ്യവസ്ഥ കൊണ്ട് ഒഴിവാക്കി കാണിക്കേ. ശവത്തേന്ന് പേനിറങ്ങി പോകുന്നത് പോലെ നിങ്ങളുടെ പള്ളികൾ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടും. നിങ്ങൾക്കറിയാം, ആ ഒറ്റ പേരിലാണ് ഈ കോടാനുകോടിയുടെ സ്വത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് ഇഗ്നാത്യോസ് എന്ന ഒരൊറ്റ പേരിന്റെ ബലത്തിലാണ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എളിയവനായ ബലഹീനനായ നിങ്ങളുടെ ഭാഷയിൽ പ്രാന്തനും വിഡ്ഢിയുമായ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിത്താ, ഞാനൊന്നും മനസ്സിലാക്കട്ടെ. ഞാൻ ഈ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇഗ്നാത്യോസ് എന്ന ഒരൊറ്റ പേരിന്റെ ബലത്തിലാണ് നിങ്ങൾ ഇത് കയ്യേറിയിരിക്കുന്നത്. നിങ്ങൾ സത്യത്തിൽ കയ്യേറ്റക്കാരാണ്, വ്യാജരേഖ ചമച്ചവരാണ്. സർക്കാരിന്റെ കോടിക്കണക്കിന് വസ്തുക്കളും എസ്റ്റേറ്റുകളും പുരാവസ്തു കേന്ദ്രങ്ങളും വരെ വ്യാജരേഖകൾ ചമച്ച് കൈവശമാക്കുന്നവരുണ്ട് ഇന്ത്യയിൽ. നമ്മൾ കാണാം, ഹെറിറ്റേജ് സെന്റേഴ്സ് വരെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ മലങ്കരയിലെ പൂർവിക പള്ളികളെ വ്യാജരേഖകൾ ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നാട്ടുകാരുടെ കണ്ടിപ്പൊടിയിട്ട് ഒരു പള്ളി കയ്യേറ്റ സംഘം എന്ന നിലയ്ക്ക് നിങ്ങൾ അധപ്പതിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സുറിയാനി സഭയുടെ അധ്യക്ഷൻ നിങ്ങളുടെ വഴിയെ പോയിട്ട് നിങ്ങൾ പെരക്കകത്ത് കഥകടച്ചിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തെ ചീത്ത വിളിച്ച് വഴിയിലിറങ്ങി, അദ്ദേഹത്തിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു. ഇതൊക്കെ ചെയ്ത കോടതി തെളിവൊന്നുമില്ല. പക്ഷേ ഭരണഘടനയിൽ നിങ്ങളത് മാറ്റ്, തുപ്പതേനെയും നിങ്ങളൊന്ന് എടുത്ത് മാറ്റ്. അപ്പൊ നിങ്ങൾ എന്താവും? സുറിയാനി സഭയുടെ വിഭാഗമല്ലാതെയാകും. അപ്പൊ നിങ്ങൾക്ക് എന്തില്ലാതെയാകും? മലങ്കര സഭയിൽ അവകാശാധികാരങ്ങൾ ഇല്ലാതെയാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങൾ ഈ പള്ളികളെല്ലാം ഒഴിഞ്ഞ് പുറത്തിറങ്ങി പോകേണ്ടി വരും. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് യാക്കോബായ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ പാത്രിയർക്കീസിന്റെ പേരിലാണ്, ആ ഒരൊറ്റ പേരിന്റെ ബലത്തിലാണ് ഇവർ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഒത്തിരി കുരുക്കൾ പൊട്ടാൻ തുടങ്ങും, എനിക്കറിയാം. ഇതല്ലേ യാഥാർത്ഥ്യം? പൂർവികമായി നിങ്ങൾ ഈ കേസിന്റെ ചരിത്രം പഠിച്ചു നോക്കും. പൂർവികമായി ഇത് പാത്രിയർക്കീസ് വിഭാഗത്തിന് കോടതി വിധിച്ചതാണ്. മാർത്തോമക്കാർ കേസ് നടത്തി പരാജയപ്പെട്ടു, വിധിച്ചു. പിന്നീട് ആ വിഭാഗത്തിന്റെ നിയന്ത്രണം അപ്പൊ കോടതിക്കുള്ളിൽ വരുമ്പോൾ ഇവർ അന്ത്യോക്യ ഭക്തരാണ്, പാത്രിയർക്കീസിന് വിധേയപ്പെട്ടവരാണ്, പാത്രിയർക്കീസ് ഇവരുടെ തലവനാണ്, പാത്രിയർക്കീസ് സുറിയാനി സഭയും എല്ലാം അടയും ചക്കലയും പോലെയാണ് ഇവർ ഇരിക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ വേറൊന്നാ പറയും, പുറത്തിറങ്ങുമ്പോൾ വേറൊന്ന്. ഇതാണ് യാഥാർത്ഥ്യം. നാട്ടുകാർ മനസ്സിലാക്കണം, എന്നെ കേൾക്കുന്ന പൊതുജനം മനസ്സിലാക്കണം ഈ കേസിന്റെ വഴി എന്താണെന്ന്, എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന്.